ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ സെമി യൂസേജ് ജേണിയിൽ വൺ ഓഫ് ദ മെയിൻ പവർഫുൾ റിസോഴ്സാണ് ഹോക്ക് സോഫ്റ്റ്വെയർ അല്ലേ. സോ ഇപ്പോഴും പലർക്കും ഹോക്ക് സോഫ്റ്റ്വെയർ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അറിയാത്ത കുറേ പേരുണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു യൂസ് ദ ഹോക്ക് സോഫ്റ്റ്വെയർ എന്നാണ്. ആദ്യമായി നമ്മൾ ഗൂഗിളിൽ പോയി ഹോക്ക് ലോഗിൻ എന്ന് സെർച്ച് ചെയ്യുക. അതിനകത്ത് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കുക. എന്നിട്ട് ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും പോകുന്നുണ്ടാകുക, മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് തന്നെ താഴേക്ക് നോക്കാമെങ്കിൽ മൈ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 പാർട്ടും അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും, പാർട്ട് 1ഉം പാർട്ട് 2. ഇതിലേതാണോ നമ്മൾ ചെയ്യാൻ താല്പര്യമുള്ളത് ആ പാർട്ട് സെലക്ട് ചെയ്യുക. പാർട്ട് 1 സെലക്ട് ചെയ്തതിന് ശേഷം പാർട്ട് 1 സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ടെസ്റ്റ് ബാങ്ക് ആൻഡ് മോക്ക് എക്സാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഓരോ സെക്ഷനും അതുപോലെ തന്നെ ലാസ്റ്റ് മോക്ക് ആൻഡ് പ്രാക്ടീസ് എക്സാം എന്ന് പറഞ്ഞ ഓപ്ഷൻസും അവൈലബിൾ ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സെക്ഷൻ എ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് MCQ എന്ന ഓപ്ഷൻ ഉണ്ട്. ആ സെക്ഷൻ എയുടെ തന്നെ എസ്സേ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ റാൻഡം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി MCQ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ MCQ ഓരോ ചാപ്റ്റർ അല്ലെങ്കിൽ മൊഡ്യൂൾ വൈസ് താഴോട്ട് കൊടുത്തേക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ ഇപ്പോൾ നോക്കാമെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് 20 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 20 ക്വസ്റ്റ്യൻ്റെ സൈഡിൽ അതിൻ്റെ പെർസെൻറ്റേജ്, അതായത് ഓൾറെഡി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ എത്രമാത്രം കറക്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ ആ ഒരു ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് 20 ക്വസ്റ്റ്യൻസ് ഉള്ളത് നമ്മൾ 100% ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. ഇത് നമ്മുടെ പ്രോഗ്രസ് എത്രമാത്രമാണെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ഈ ഒരു ഏരിയ സെക്ഷൻ ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മൾ ഇത് ഓൾറെഡി കംപ്ലീറ്റഡ് ആണെന്നുള്ള രീതിക്ക് ആ ഒരു പ്രോഗ്രസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റഡി പ്രോഗ്രസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മുടെ ഓരോ സെക്ഷൻ്റെ ഇതുവരെയുള്ള പ്രോഗ്രസ് എത്രമാത്രമാണ് അതിന് പെർസെൻറ്റേജിലായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. ഏത് സെക്ഷനാണ് കൂടുതൽ കവർ ചെയ്തിട്ടുള്ളത്, ഏതാണ് ഇനി കൂടുതലും കവർ ചെയ്യാനുള്ളതെന്നും എല്ലാം നമുക്ക് ഇവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് കൂടാതെ തന്നെ നമ്മൾ താഴേക്ക് ഓരോ സെക്ഷൻ വൈസ് കൊടുത്തിട്ടുണ്ടല്ലോ, ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് ഇതിൻ്റെ തന്നെ ടെക്സ്റ്റ് ബുക്കും, അതായത് ഓരോ മൊഡ്യൂള് എത്ര മൊഡ്യൂളുണ്ടോ ഓരോ മൊഡ്യൂളും അവൈലബിൾ ആയിരിക്കും. ഓരോ മൊഡ്യൂളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആ മൊഡ്യൂളിൻ്റെ മാത്രം ഭാഗം ഇൻക്ലൂഡ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കും നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. അതോടൊപ്പം തന്നെ ആ മൊഡ്യൂളിൻ്റെ മാത്രം ക്വസ്റ്റ്യൻ പ്രാക്ടീസും നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്തും നമുക്ക് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യാനും പറ്റും. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഇതല്ലാതെ ഹോക്ക് നമുക്കൊരു പേഴ്സണൽ സ്റ്റഡി പ്ലാൻ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സണൽ സ്റ്റഡി പ്ലാൻ ക്ലിക്ക് ചെയ്യാമെങ്കിൽ നമുക്കിതിനകത്ത് എക്സാം ഡേറ്റ്, അതായത് നമ്മൾ എന്നാണോ എക്സാമിന് ഡേറ്റ് എടുത്തേക്കുന്നത് ആ എക്സാം ഡേറ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഫെബ്രുവരി 28 എന്നാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെക്കാം. നമ്മൾ എക്സാം ഡേറ്റ് സേവ് ചെയ്ത് കൊടുക്കുന്നു. എക്സാം ഡേറ്റ് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റഡി അവേഴ്സ് എത്രയാണ് കംപ്ലീറ്റഡ് ആയിട്ടുള്ളത്, ഇനി എത്രയാണ് പെൻഡിങ് ആയിട്ടുള്ളത്, പിന്നീട് അതിന് താഴേക്ക് തന്നെ പോകുമ്പോൾ നമ്മൾ ഓരോ യൂണിറ്റും എത്ര ടൈം എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ഡേറ്റ അതിനകത്ത് ഓൾറെഡി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ പറഞ്ഞേക്കുന്ന പോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഹോക്ക് തന്നെ നമുക്ക് മോക്ക് എക്സാംസ് അവൈലബിൾ ആക്കി തരുന്നുണ്ട്. 3 മോക്ക് യൂഷ്വലി നമുക്ക് അവൈലബിൾ ആക്കി തരുന്നുണ്ട്. ഇതും കൂടി കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും നമ്മൾ എക്സാമിന് വേണ്ടി ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കും. ഓക്കെ.